ഇന്നത്തെ കേരള കൗമുദി ദിനപത്രത്തിൽ സുപ്രധാനമായ ഒരു വാർത്തയുണ്ട്. ആ വാർത്ത വന്നിരിക്കുന്നത് കേരള കൗമുദിയുടെ തിരുവനന്തപുരം എഡിഷനകത്ത് ഉൾപേജിൽ 8-ാം പേജിലാണ് വാർത്ത വന്നിരിക്കുന്നത്. 8-ാം പേജിൽ താഴെയായിട്ട് 2 കോളം വാർത്തയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: തദ്ദേശ തോൽവി 22 ചോദ്യവുമായി CPM. ഏരിയ കമ്മിറ്റികൾ ഉത്തരം നൽകണം. ഏരിയ കമ്മിറ്റികൾക്ക് 22 ചോദ്യമുള്ള ഒരു ചോദ്യാവലി CPM നൽകിയെന്നാണ് അതിനകത്ത് കേരള കൗമുദി പറയുന്നത്. തദ്ദേശ ഇലക്ഷനിലുള്ള തോൽവിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി CPMന്റെ ഏരിയ കമ്മിറ്റികൾക്ക്, സംസ്ഥാനമൊട്ടാകെയുള്ള ഏരിയ കമ്മിറ്റികൾക്ക് 22 ചോദ്യമുള്ള ഒരു ചോദ്യാവലി നൽകിയെന്നാണ് കേരള കൗമുദി വാർത്തയിൽ പറഞ്ഞത്. ആ ചോദ്യങ്ങളും കേരള കൗമുദി കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ചോദ്യം 1: ഏരിയയിൽ നടത്തിയ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? ചോദ്യം 2: വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത പ്രവർത്തനം. ചോദ്യം 3: ബൂത്ത് വാർഡ് ശില്പശാല പരിശോധന. ലഭിക്കുമെന്ന് കരുതിയ വോട്ടുകൾ എത്രയോ വോട്ടുകൾ ഓരോ തദ്ദേശത്തിലും പോൾ ചെയ്യാതെ പോയി. 5: വാർഡുകളിൽ നവമാധ്യമ രംഗത്ത് എത്ര ഗ്രൂപ്പുകൾ രൂപീകരിച്ചു? നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെ? ചോദ്യം 6: സ്പെഷ്യൽ ക്യാമ്പയിന്റെ ഭാഗമായി എത്ര പത്രം ചേർത്തു? ചോദ്യം 7: വിശദമായ ഇലക്ഷൻ ഫല അവലോകനം. 8: കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ടുള്ള താരതമ്യം. ചോദ്യം 9: UDFന്റെ ആ ഏരിയയിലെ പ്രവർത്തനം. ചോദ്യം 10: BJPയുടെ ആ ഏരിയയിലെ നില. ചോദ്യം 11: SDPI വെൽഫെയർ പാർട്ടി പ്രവർത്തനം ആ ഏരിയയിൽ. ചോദ്യം 12: ഏരിയയിൽ സ്വാധീനിച്ച മറ്റ് ഘടകങ്ങൾ. ചോദ്യം 13: ആ ഏരിയ കമ്മിറ്റിയിൽ പാർട്ടിയുടെ ദൗർബല്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ചോദ്യം 14: സർക്കാരിന്റെ നവംബർ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേരണമെന്ന പാർട്ടി തീരുമാനം എത്രത്തോളം നടപ്പിലായി? ചോദ്യം 15: വർഗ ബഹുജന സംഘടനകളുടെ സ്ക്വാഡുകളുടെ പ്രവർത്തനം എങ്ങനെ? ചോദ്യം 16: പോളിംഗ് സ്ക്വാഡുകളുടെ രൂപീകരണവും പ്രവർത്തനവും. ചോദ്യം 17: പോളിംഗിന് ശേഷമുള്ള വിലയിരുത്തലും ഫലവും തമ്മിലുള്ള താരതമ്യം. ചോദ്യം 18: വോട്ടിംഗ് രംഗത്തെ പ്രവർത്തനം. ചോദ്യം 19: യുവജനങ്ങളുടെ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം. ചോദ്യം 20: സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നടപടി വേണ്ടി വന്നിട്ടുണ്ടോ? പൊതു സ്വീകാര്യരെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ പോരായ്മ ഉണ്ടായോ? ചോദ്യം 21: മുന്നണിയുടെ പ്രവർത്തനം. ചോദ്യം 22: തദ്ദേശ സ്ഥാപനങ്ങളിലെ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനത്തെ കുറിച്ച് പൊതു വിലയിരുത്തൽ. ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പ്രത്യേക വിലയിരുത്തൽ എന്നിങ്ങനെ പറഞ്ഞാണ് 22 ചോദ്യം CPM പുറത്തു കൊടുത്തു, അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിക്ക് കൊടുത്തു എന്ന വാർത്തയാണ് കേരള കൗമുദി കൊടുത്തിട്ടുള്ളത്. ഇതുവരെ CPM ഔദ്യോഗികമായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരു സംസ്ഥാനത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ, ഒരു മുതിർന്ന പത്രം ഈ ഒരു വാർത്ത കൊടുക്കുമ്പോഴേ അത് വിശ്വസിക്കാം. എന്നാൽ 22 ചോദ്യമാണ് CPM ഏരിയ കമ്മിറ്റികൾ കൊടുത്തതെന്നാണ് പറയുന്നത്. ആ 22 ചോദ്യം വ്യക്തമാണ്. 22 ചോദ്യത്തിന് വ്യക്തമായ ഒരു ഇൻഫർമേഷൻ തിരിച്ചു കൊടുക്കാൻ ഏരിയ കമ്മിറ്റികൾ സാധിച്ചെങ്കിൽ അത് സുപ്രധാനമായിരിക്കും. വലിയൊരു ഡേറ്റ ഇൻഫർമേഷൻ ആയിരിക്കും അതിന് CPM കിട്ടാൻ പോകുന്നത്. പക്ഷേ സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. 2024 ലോക്സഭാ ഇലക്ഷന് ശേഷം പരസ്യമായിട്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. CPMന്റെ താഴേക്കിടന്ന് മേലോട്ടുള്ള ഇൻഫർമേഷന്റെ ഒരു യാത്രയുണ്ട്. ഇൻഫർമേഷൻ മേലോട്ടെത്തുന്ന രീതിയുണ്ട്. ആ രീതിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയിക്കുമെന്ന് പറഞ്ഞ പല മണ്ഡലങ്ങളിലും വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏരിയ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ജയിക്കുമെന്ന് പറഞ്ഞ പല മണ്ഡലങ്ങളിലും CPM തോക്കുകയാണ് ഉണ്ടായത്. 2024 ലോക്സഭാ ഇലക്ഷനകത്ത് വലിയ മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞ പലയിടത്തും തോക്കുകയാണ് ഉണ്ടായത്. അതിൽ വടകരയുണ്ട്, കാസർഗോഡുണ്ട്, പാലക്കാടുണ്ട്, അങ്ങനെ ചെറിയ മണ്ഡലങ്ങളുണ്ട്. 1-2 പരസ്യമായിട്ടുള്ള പൊതു സമ്മേളനങ്ങളിൽ CPMന്റെ പാർട്ടി സമ്മേളനങ്ങളിൽ, പാർട്ടി പരിപാടികളിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പ്രസംഗിച്ച കാര്യമാണ്. തോൽവിയെ കുറിച്ച് വളരെ സുപ്രധാനമായിട്ട് അദ്ദേഹം സംസാരിക്കാറുണ്ട്. അതിനെല്ലാം അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 22 ചോദ്യം കൊടുക്കുന്ന സമയത്ത് ആ 22 ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി താഴെ കിടന്ന് കിട്ടുമോ എന്ന സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. എന്തൊക്കെയാലും ചോദ്യങ്ങളുമായിട്ട് CPM രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാലും ഈ തോൽവിയെ കുറിച്ച് സീരിയസ് ആയിട്ട് പഠിക്കാൻ തന്നെയാണ് CPIM തീരുമാനിച്ചെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്ത.